BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ജൂലൈ 3 മുതൽ ജൂലൈ 9 വരെ മലബാർ ഗോൾഡിന്റെ തൊടുപുഴ ഷോറൂമിൽ കാതണി ഫെസ്റ്റ്. ഇനി ഓരോ നിമിഷവും കൂടുതൽ മനോഹരമാകും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. നിങ്ങളുടെ കാതിന്റെ മോടി കൂട്ടാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന കാതണി ഫെസ്റ്റ് നിങ്ങളുടെ കാതോരത്ത്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോ കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഡോക്ടേഴ്സ് ഡേയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസും. ഇഗ്നൈറ്റ് തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി MLA റോയി കെ പൗലോസിന് സ്വീകരണം നൽകി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം മുടക്കം കൂടാതെ നൽകുമെന്നും മെഡിസെപ് അപാകതകൾ പരിഹരിക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമാണെന്ന് KSSPA സംസ്ഥാന ജനറൽ സെക്രട്ടറി TS അലി. ഡോക്ടേഴ്സ് ദിനം അവിസ്മരണീയമാക്കി കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിലെ KG വിഭാഗം വിദ്യാർത്ഥികൾ. ഡോക്ടേഴ്സ് ദിനത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർക്ക് ആദരവൊരുക്കി. വാർത്തകൾ വിശദമായി. ഡോക്ടേഴ്സ് ഡേയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസും. ഇഗ്നൈറ്റ് തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. യോഗത്തിൽ KGMOA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആൽബർട്ട് J തോട്ടുപാട്ട് അധ്യക്ഷത വഹിച്ചു.
കേരള പോലീസ് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരിമരുന്ന് ശൃംഖലകൾക്കെതിരായ ശക്തമായ നിയമ നടപടികൾക്കൊപ്പം ജനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ്. ഈ ലക്ഷ്യത്തിന് പിന്തുണയേക്കിക്കൊണ്ടാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയും കേരള പോലീസും കൈകോർത്ത് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തെ സാമൂഹിക പ്രതിബദ്ധതയുടെ ദിനമാക്കി മാറ്റിക്കൊണ്ട് സംഘടിപ്പിച്ച ഇഗ്നൈറ്റ് തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. KGMOA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആൽബർട്ട് ജെ തോട്ടുപാട്ട് അധ്യക്ഷനായി. ഇടുക്കി ഡിവൈഎസ്പി ഷിജു PS മുഖ്യപ്രഭാഷണം നടത്തി. KGMOA മിഡ്സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അൻസൽ നബി വിഷയാവതരണം നടത്തി. ബോധവൽക്കരണ പരിപാടിയിൽ 100-ലധികം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ, KGMOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ ലിനി ആൻ ജോസ്, ജില്ലാ ട്രഷറർ ഡോക്ടർ ഹാൻസൽ ജെ ലിൻഡ്, ഡോക്ടർ ജോൺസ്, ഡോക്ടർ ടിൻഡു പാറക്കൽ, ഡോക്ടർ മീര എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന അക്കാദമിക് സെഷനിൽ മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ മെറിൻ പൗലോസ്, സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലഹരിയുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രത്യാഘാതങ്ങളും അതിൽ നിന്നും യുവജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ക്ലാസുകളിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി MLA റോയി കെ പൗലോസിന് സ്വീകരണം നൽകി. ഇതോടൊപ്പം സംഘടനയിലേക്ക് പുതിയതായി കടന്നുവന്ന അംഗങ്ങളെയും സ്വീകരിച്ചു. ചടങ്ങിൽ റോയി കെ പൗലോസ് MLA സംഘടനാ വൈസ് പ്രസിഡന്റ് ജോയി പറയുന്നതിലും പൊന്നാട അണിയിച്ചു. സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് ജെ പാറത്താഴം അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി MLA റോയി കെ പൗലോസിന് സ്വീകരണം നൽകി. ഇതോടൊപ്പം സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്ന അംഗങ്ങളെ സ്വീകരിക്കുകയും അംഗങ്ങളുടെ ജന്മദിന ആഘോഷം നടത്തുകയും ചെയ്തു. ചടങ്ങിൽ റോയി കെ പൗലോസ് MLAയെ സംഘടനാ വൈസ് പ്രസിഡന്റ് ജോയി പറയുന്നതിലും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് ജെ പാറത്താഴം അധ്യക്ഷത വഹിച്ചു. സംഘടനയിലേക്ക് പുതിയതായി കടന്നുവന്ന ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാജു എബ്രഹാം, KSCB റിട്ടയർഡ് സബ് എഞ്ചിനീയർ രാധാകൃഷ്ണൻ പരമേശ്വരൻ, ഏഴുമുട്ടം പള്ളിക്കുന്നൽ റിസോർട്ട് ഉടമ റോയി പള്ളിക്കുന്നൽ എന്നിവർക്ക് സ്വീകരണം നൽകി. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺ അസോസിയേഷനിലെ അംഗങ്ങളായ NK ജോസ് നെല്ലിയാട്ട്, PP തങ്കച്ചൻ വാട്ടപ്പള്ളി, ലിസമ്മ ജോൺ വാട്ടപ്പള്ളി, ബെന്നി മാത്യു വടക്കുംപാടം, KJ ജോസഫ് കണ്ണംകുളം എന്നിവരുടെ ജന്മദിനം ആഘോഷിച്ചു. തുടർന്ന് പ്രദേശത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിവേദനം PV ഡാമിയൻ MLAയ്ക്ക് കൈമാറി. അസോസിയേഷൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് സർക്കാരിന്റെ ശ്രദ്ധ ഉണ്ടാവുന്നതിന് പരിശ്രമിക്കുമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് MLA റോയി കെ പൗലോസ് വ്യക്തമാക്കി. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കിയിൽ ചെന്ന് കഴിയുമ്പോൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി, സങ്കടവും എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. പട്ടയമില്ലാത്ത ആളുകൾ അവരുടെ സങ്കടം പറയുന്നു. പട്ടയം കിട്ടിയ ഭൂമിയിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിൽ അങ്ങനെയുള്ളവർ അവരുടെ സങ്കടം പറയുന്നു. മറ്റ് പല പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം പറയുന്നതിനിടയിലും വലിയൊരു പ്രതിസന്ധി ഞാൻ കാണുന്നത് അവിടുത്തെ ആരോഗ്യ മേഖലയിലെ വിഷയം തന്നെ. മെഡിക്കൽ കോളേജുണ്ട്, 2014 ആരംഭിച്ചത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ വേണ്ട യാതൊരു തരത്തിലുള്ള സംഗതികളും അവിടെയില്ല, ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും. ഇന്ത്യയിലൊരു ചെറിയ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ മുറിവൊക്കെ വെച്ച് കെട്ടി നേരെ അടുത്ത പാലാ മാർസ്ലീവായിലേക്കോ ഏതെങ്കിലും ആശുപത്രിയിലേക്കോ പറഞ്ഞു വിടുന്ന അവസ്ഥയാണ്. അത്രമാത്രം ഒരു ആരോഗ്യ മേഖലയിൽ CHCകൾ എന്ന് പറയുന്നത് OP ഉണ്ടായിരുന്നു പോലും നിർത്തി, IP ഉണ്ടായിരുന്നു മുഴുവൻ നിന്നു. അതിൻ്റെ ഒരു പൊതുവായ പ്രതിസന്ധി ആരോഗ്യ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വലിയ സാമ്പത്തിക ചെലവുകളൊക്കെ വരുന്ന കാര്യങ്ങളാണ് എല്ലാം പിന്നിലുള്ളത്. കരിമണ്ണൂർ സെന്റ് ജോസഫ് HSS ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. KS ജോഷി മാത്യു, KC ബിനോ, സെക്രട്ടറി NK ആന്റണി, ട്രഷറർ ഗ്രേസൺ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. ആന്റണി നെല്ലാനിക്കാട്ട്, ജോണി ചാക്കോ എന്നിവർ ഗാനാലാപനം നടത്തി. KJ ജോസഫ് കണ്ടത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു. KV ദേവസ്യ സ്വാഗതവും TU ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കാർഡ്സ് വില്ലേജ് സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC+2 പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കാർഡ്സ് വില്ലേജ് സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ഇങ്ങനെയൊന്നും പോയാൽ പോരാ, മറ്റു പല രീതിയിലും പ്രവർത്തിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സംഘടന ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല? ഒരുപക്ഷെ വർഷങ്ങളുടെ ഈ ഒരു ചോദ്യം, അതിന് മറുപടിയായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2009 വെൽഫെയർ പദ്ധതി വന്നത്.
എന്ത് പ്രയോജനം, എനിക്കെന്ത് പ്രയോജനം? ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കേട്ട സംസ്ഥാന ഭാരവാഹികൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനാണ് ചെറിയൊരു സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ മെമ്പർഷിപ്പിന്റെ രീതി മാറ്റി ഒട്ടൊരു സാമ്പത്തിക അടിത്തറ സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും ഉണ്ടായത് 2009 ശേഷം. അതിനുശേഷം നമ്മളൊരു ചെറിയ പിരിവും കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഒരു 13 സെന്റ് സ്ഥലം വാങ്ങിയിട്ടു. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു ചെറിയ ഷെഡ് നിർമ്മിച്ചു. അപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക അടിത്തറ സംഘടനയ്ക്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഈ നിലമൊരുക്കൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി, നമ്മൾ ഏത് വിത്ത് അവിടെ ഇട്ടാലും, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തു പോയ നിലത്തിലേക്ക് കുറച്ച് നെൽവിത്ത് വാരി എറിഞ്ഞാൽ കുറച്ച് എന്നൊക്കെ കിളിക്കും, പക്ഷെ വിളവുണ്ടാവില്ല ഭംഗിയായിട്ട്. അവിടെയാണ് നമ്മൾ ആ നില ഒരുക്കൽ നടക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി ഒരു 5-6 വർഷക്കാലമായി നാം ചെയ്യുന്നത് ഈ ഒരു നിലവൊരുക്കലാണ്. പക്ഷെ അതിനോട് പൊരുത്തപ്പെടാൻ നമ്മളിൽ പലർക്കും പറ്റുന്നില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ സംഘടനാപരമായിട്ട് ഞങ്ങൾ ഈ 41 കൊല്ലം മുമ്പ് ഈ സംഘടന രൂപം കൊടുക്കുന്ന സമയത്ത് ഈ 41 കൊല്ലം മുന്നേ ഈ സംഘടനയിൽ വരാനോ അത് വന്ന് 2 വാക്ക് പറയാനോ ആർക്കും അറിയില്ല. എനിക്ക് ഉള്ള കാര്യം പറയാം, ആ ഒരു പ്രസ്ഥാനത്തെ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന 41 കൊല്ലം മുമ്പ് ഇതെങ്ങനെ ഇരുന്നു എന്ന് കുറച്ചു പേർക്ക് എവിടെ അറിയാം. എന്റെ പ്രായമുള്ളവരോട് കുറച്ചു പേരുണ്ട്, അവർക്കൊക്കെ അറിയാം. ഒന്നും നമുക്ക് ചെയ്യാൻ നേട്ടമില്ലാത്തൊരു കാലത്ത് നമ്മൾ തുടങ്ങുമ്പോൾ ഒന്നുമില്ല. പക്ഷെ എങ്കിലും നമുക്കൊരു ഗുണം അന്ന് മുതലുള്ളത് ഇന്ന് നമുക്ക് നിലനിർത്താൻ പറ്റിയത് നമ്മുടെ എല്ലാവരും തമ്മിലുള്ള കൂട്ടായ്മ. നമ്മളെല്ലാ മീറ്റിങ്ങിലും പഴയ കാലത്ത് പറയുന്ന, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു വർക്ക്ഷോപ്പുകാരനെ കാണാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ സംഘടന നമ്മൾ തുടങ്ങിയത്. ചടങ്ങിൽ SSLC+2 പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് നിസാർ കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ബിനീഷ് KG, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ, ജില്ലാ സെക്രട്ടറി നിസാർ M കാസിം, ജില്ലാ ട്രഷറർ സുമേഷ് S പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് AJ, യൂണിറ്റ് ട്രഷറർ ശശിധരൻ നായർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മനോജ് KS, കമ്മിറ്റി അംഗങ്ങളായ ജോമോൻ ജോയ്, ജോസഫ് കുഞ്ഞപ്പച്ചൻ, ജമാൽ TE, NK ഷാജി, സജിത് സോമൻ, മോഹനൻ MT, ബിനു AS, വിനു KK എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാടിനെ തൊടുപുഴ ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ലയൺസ് ക്ലബ് അംഗങ്ങൾ ചേർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പൊന്നാട അണിയിച്ചും മൊമെന്റോ കൈമാറിയുമാണ് ആദരവ് നൽകിയത്. തൊടുപുഴ ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് പ്രസിഡന്റ് PN രാജീവൻ നേതൃത്വം വഹിച്ചു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ തൊടുപുഴ ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് പ്രസിഡന്റ് PN രാജീവിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ ആദ്യകാല ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ടിനെ ആദരിച്ചു. 51 വർഷക്കാലമായി ഡോക്ടറായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയും സ്പോർട്സ് പ്രേമിയും അതുപോലെ തന്നെ തൊടുപുഴയിലെ സാധാരണക്കാരുടെ ഡോക്ടർ എന്ന് അറിയപ്പെട്ടിരുന്ന ആളുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ അന്നും ഇന്നും ജനങ്ങൾ ഡോക്ടറായി കാണുന്നു. തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ സ്വാഗതം ആശംസിച്ചു. PN രാജീവൻ അധ്യക്ഷത വഹിച്ചു. യാതൊരു സേവനം നടത്തുന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരുടെയും മനസ്സിൽ തൊടുപുഴ പ്രദേശത്തെ നല്ല കേരളത്തിലെ ഇടുക്കി ഹൈറേഞ്ച് എല്ലാ സ്ഥലത്തെ ആൾക്കാർക്കും ഡോക്ടറെ സംബന്ധിച്ച് ഭയങ്കര ഒരു മനസ്സിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ ഡോക്ടറെ ഇന്ന് നമുക്ക് ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരിക്കാൻ നമുക്ക് ഒരു അവസരം തന്ന ഡോക്ടർക്ക് ഞങ്ങളുടെ ക്ലബിന്റെ പേരുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തിന് മൊമെന്റോ കൈമാറി. നിങ്ങളുടെ ഈ ഔദാര്യത്തിന് അതിനാണ് നന്ദി പറയട്ടെ. 1975 മുതൽ തൊടുപുഴയിൽ ഞാനൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങേയറ്റം ചരിതാർത്ഥ്യത കൂടിയാണത് അത് ഇപ്പോഴും തുടരുന്നത്. അവരുടെ വികാരങ്ങളിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു വിഷയക്കൂടിൻ്റെ അടിസ്ഥാന കർമ്മമാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ലൈയിങ് ഓൺ ബെഡ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അധ്യാപകരുടെ
എന്താ ഡയറക്ഷൻസാണ് എന്നെപ്പോലെയുള്ള കഴിഞ്ഞ തലമുറ ഡോക്ടർമാർക്കൊക്കെ ഇപ്പോഴും മാർഗദർശനം ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ഒരു രോഗി എന്ന് പറയുന്നത് വെറും ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് അല്ല, അതല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ നമ്മുടെ അടുത്ത് നിന്ന് ഒരു സർവീസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, ഒരു വ്യക്തിയാണ്. അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴത്തേക്കും അവരെ മനസ്സിലാക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. സോ ആ ഒരു പ്രാക്ടീസിലൊക്കെയാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞ എൻ്റെ ക്വാളിറ്റിയിലൊക്കെ ജനം കാണുന്നത്. അപ്പം അതൊക്കെ ഐ റിയലി എൻജോയ് ഇറ്റ്. ഏതാണ്ട് 6 വർഷത്തെ മെഡിക്കൽ പ്രാക്ടീസിൽ എനിക്ക് സത്യത്തിൽ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഐ എം റിയലി ഓണേർഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് പ്രൊഫഷൻ. അപ്പം നിങ്ങൾ ഈ ഒരു സ്നേഹവായ്പ കാഴ്ചയിൽ താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ചടങ്ങിൽ റീജിയൻ ചെയർപേഴ്സൺ ജെയ്സൺ ജോയ് മുഖ്യ പ്രഭാഷണം നടത്തി. സോൺ ചെയർപേഴ്സൺ ഡോക്ടർ VN ഷാജി, ബൈജു ശിവരാമൻ, അഡ്വക്കേറ്റ് ലിബോ ജോൺ, KV റെജി, ജയചന്ദ്രൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാത്രിയും പകലും കാട്ടാനകൾ വീട്ടുമുറ്റത്ത്. ദുരിതത്തിലായി പിണവൂർകുടി നിവാസികൾ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ പിണവൂർകുടിയിലെ താമസക്കാരാണ് കാട്ടാന ഭീഷണിയുടെ ദുരിതം അനുഭവിക്കുന്നത്. ഇത്രയുമായിട്ടും സർക്കാർ ശമ്പളം കൈപ്പറ്റി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വനപാലകരോടും നാടിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളോടും പ്രദേശവാസികൾക്ക് പറയുവാനുള്ളത് കേവലം തങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നത് മാത്രമാണ്. ആനന്ദൻകുടി ഭാഗത്ത് കൊച്ചുപറമ്പിൽ രാധ, ആഞ്ഞിലിമൂട്ടിൽ സന്തോഷ് എന്നിവരുടെ വീടിന്റെ പരിസരത്ത് ആനയുടെ വിളയാട്ടം കാരണം കഴിഞ്ഞ രാത്രി ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. ദിവസവും മറ്റു വീടുകളിലെയും അവസ്ഥ ഇതുതന്നെ. രാത്രിയിലും പകലും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. കുട്ടികളെ സ്കൂളിൽ പോലും വിടാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിനും മറ്റും സമയത്ത് എത്താൻ കഴിയുന്നില്ല. വീടിനോട് ചേർന്ന ആന അനങ്ങാതെ വന്നു നിൽക്കും. കൃഷിനാശം കാരണം സാമ്പത്തിക നഷ്ടങ്ങൾ വേറെയും ഉണ്ടാകുന്നു. ഇത്രയുമായിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വനപാലകരോടും നാടിന്റെ ഉത്തരവാദിത്തം പിടിച്ചുപറിച്ച് സ്വയം ഏറ്റെടുത്ത ജനപ്രതിനിധികളോടും പ്രദേശവാസികൾക്ക് കേവലം തങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ രാത്രി 5 മണിക്ക് ആനയുടെ ആക്രമണം ഉണ്ടായി. ഇവിടെ വെച്ചിരുന്ന ടാങ്ക്, കുടിവെള്ള ടാങ്ക് ആന പൊട്ടിച്ചിട്ടേക്കുന്ന അവസ്ഥയാണ് അത്. ഈ വീടിന് ചുറ്റും നടന്ന പുറകു വശത്തിരുന്ന് അടുക്കള ഭാഗത്തിരുന്ന് കലവും പാത്രങ്ങളെല്ലാം ചളുക്കിയിട്ടേക്കാണ്. ഇത് ആന വന്ന് ഇടിച്ച അടയാളമാണ്. ഇന്നലെ രാത്രി ആനന്ദപുരി ഭാഗത്ത് സന്ധ്യ ആയപ്പോൾ മുതൽ ആനയുടെ വലിയ ശല്യമായിരുന്നു. ആറാത്തിക്കാർ ഇന്നലെ സന്ധ്യ ആയപ്പോൾ മുതൽ ഇന്ന് നേരം വെളുക്കുന്നവരുടെ അവരുടെ സേവനം ഉണ്ടായിരുന്നു. രാവിലെ ആന വന്ന് ഇവിടെ ഉണ്ടെന്ന് അറിയിച്ച് അനുസരിച്ച് ആറാത്തിക്കാർ വന്നപ്പോൾ അവരെ ആന തിരിച്ചോടിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് ബിന്ദു രാജേന്ദ്രൻ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ആനശല്യം ഉണ്ട്. എന്നാലും ഈ ഫ്രഞ്ചും എർത്തൊക്കെ ഉണ്ട്. എന്നാലും ആന ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് വീടിൻ്റെ നേരെ ഓടി വരികയും ഞങ്ങൾ പെരക്കി വെക്കുന്ന ഞങ്ങളെ വലിച്ചിറങ്ങാവുന്ന രീതിയിൽ ആന ഭയങ്കരമായിട്ട് മുറിച്ച് കേൾപ്പിക്കുകയും പാഞ്ഞു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി 5 മണിക്ക് വന്ന ആന 6 മണിയോളം ഇവിടെ ശല്യം ചെയ്തിട്ട് ടാങ്ക് കളഞ്ഞു. ടാങ്ക് പൊട്ടിച്ച് കളഞ്ഞതിൽ ഭയങ്കര ഷെഡ് തകർക്കാൻ നോക്കി. ഒരു ഷെഡ് തകർത്ത് കളയുകയും ചെയ്തു. എന്നിട്ട് പെരക്കി ചുറ്റി അപ്പുറത്ത് തന്നെ പാത്രമെല്ലാം തല്ലി തകർത്തിട്ട് ആന പിന്നെയും പോകാതെ തിരിഞ്ഞ് ഞങ്ങളെ നേരെ വന്ന് നിൽക്കുമായിരുന്നു. ജനലിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങളെ ചീറ്റി പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ തവണ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ആന ഓടി വരുന്നത്. ഇവിടെ നിരന്തരമായിട്ട് ഇപ്പോൾ ആനയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെയാണ് കയറി ഇറങ്ങി നടക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന ചാർത്തൊക്കെ ഇടിച്ച് പിടിച്ച് കഴിഞ്ഞ രാത്രി നശിപ്പിച്ചു. അതുകൊണ്ട് കളഞ്ഞല്ല. ഇപ്പോൾ എർത്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. നിരന്തരമായിട്ട് എൻ്റെ മുറ്റത്തോടെ കയറിയാണ് ഇങ്ങോട്ട് പോരുന്നത്. ഇന്ന് വെളുപ്പിന് വന്ന് വീടിനോടൊന്നും ശല്യം ചെയ്യില്ല. പിന്നെ മുറ്റത്ത് 2-3 കപ്പ നിന്ന് പറിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞാണ് പ്ലാവേം ചക്കയും പറിച്ച് തിന്നപ്പോഴാണ് സാറുമാർ വരുന്നത്. അത് വന്ന് ഓടിച്ച് പിന്നെ അയൽവക്കത്തെ വീട്ടിലോട്ടെല്ലാം നിരന്തരം 5 മണി 6 മണി വരെ നടക്കുമായിരുന്നു ആന. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി നോർത്ത് ജില്ലാ ഓഫീസ് ഉദ്ഘാടനം നടന്നു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ശശി ചാലക്കൽ സ്വാഗതം ആശംസിച്ചു. റബ്ബർ ബോർഡ് ചെയർമാനും മേഖലാ പ്രസിഡന്റുമായ N. ഹരി മുഖ്യപ്രഭാഷണം നടത്തി. സുമേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം മുടക്കം കൂടാതെ നൽകുമെന്നും മെഡിസെപ് അപാകതകൾ പരിഹരിക്കുമെന്നുമുള്ള
മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമാണെന്ന് KSSPA സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെല്ലി ജോൺ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം മുടക്കം കൂടാതെ നൽകുമെന്നും മെഡിസെപ് അപാകതകൾ പരിഹരിക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ വെല്ലുവിളികൾ കണ്ടറിഞ്ഞ് മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ മാറേണ്ടതുണ്ടെങ്കിൽ മാറണം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകമായി ഓർക്കേണ്ടത്. നമ്മളെ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു തലമുറയാണ് അല്ലേ? നമ്മുടെ മുന്നിലും പിന്നിലും വൈവിധ്യമാർന്ന തലമുറകളുണ്ട്. ആ തലമുറകളെ പറ്റി പരിശോധിക്കുമ്പോൾ നമ്മൾ നരവംശ ശാസ്ത്രജ്ഞന്മാർ ആധുനിക കാലഘട്ടത്തിലെ തലമുറകളെ പറ്റി നമ്മൾ മനുഷ്യന്റെ പരിണാമത്തെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യൻ പരിണമിച്ചുണ്ടായ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചിട്ടുമുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നു. പക്ഷെ ആധുനിക കാലഘട്ടത്തിലെ തലമുറയുടെ ഒരു പരിണാമ ശ്രേണിയിൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ, നമുക്ക് മുമ്പുള്ളവരാര്, നമുക്ക് ശേഷമുള്ളവരാര്, എന്താണ് പ്രതിസന്ധികളൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. 1901 മുതൽ 1927 വരെയുള്ള കാലയളവിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പുതുമുത്തശ്ശന്മാരൊക്കെ ആ കാലയളവിൽ ഉള്ളവരാണ് അല്ലേ? ഒന്നാം ലോകമഹായുദ്ധം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായ ഒരു കാലയളവാണ്. ആ ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലാണ് പട്ടിണിയുടെയും പ്രതിസന്ധിയുടെയും കാലഘട്ടം ഏറ്റവും കൂടുതൽ അതിജീവനത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ജീവിച്ച് മുൻപോട്ട് പോകുക, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ആ തലമുറയ്ക്കുണ്ടായിരുന്നത്. പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് നേരെ നിഷേധാത്മക സമീപനമായിരുന്നു ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. 298 മാസത്തെ ക്ഷാമാശ്വാസം നൽകാതെയും 2019 പെൻഷൻ പരിഷ്കരണത്തിലെ അവസാന 2 ഗഡുക്കളിൽ നിന്നും ക്ഷാമാശ്വാസം ഒഴിവാക്കിയും പെൻഷൻകാരെ വഞ്ചിച്ച് ഭരണം നടത്തിയ LDF സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെല്ലി ജോൺ അധ്യക്ഷയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് P. അബ്രഹാം, വനിതാ ഫോറം കോട്ടയം ജില്ലാ പ്രസിഡന്റ് VB സുജാത എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഐവാൻ സെബാസ്റ്റ്യൻ, PK ഷാജി, TJ പീറ്റർ, TM ജോയ്, VA ജോസഫ്, ഡാലി തോമസ്, സ്റ്റീഫൻ ജോർജ്, ജേസൺ B. ജോസഫ്, ഫ്രാൻസിസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡോക്ടേഴ്സ് ദിനം അവിസ്മരണീയമാക്കി കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിലെ KG വിഭാഗം വിദ്യാർത്ഥികൾ. ഡോക്ടേഴ്സ് ദിനത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർക്ക് ആദരവൊരുക്കി. ഇതേ ആശുപത്രിയിൽ ജനിച്ച 19 കുരുന്നുകൾ തങ്ങളെ ഈ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഡോക്ടറെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുവാൻ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തിയത് അപൂർവ കാഴ്ചവിരുന്നായി മാറി. ഡോക്ടേഴ്സ് ദിനം അവിസ്മരണീയമാക്കി കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിലെ KG വിഭാഗത്തിലെ 82ഓളം വിദ്യാർത്ഥികൾ ഡോക്ടേഴ്സ് ദിനത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർക്ക് ആദരവൊരുക്കി. ഇതേ ആശുപത്രിയിൽ ജനിച്ച 19 കുരുന്നുകൾ തങ്ങളെ ഈ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഡോക്ടറെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുവാൻ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തിയത് അപൂർവ കാഴ്ചവിരുന്നായി മാറി. യൂണിഫോമിലും വർണ്ണവസ്ത്രങ്ങളിലും എത്തിയ 82 വിദ്യാർത്ഥികളെ ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിലെ 40ഓളം ഡോക്ടർമാർ നേരിട്ടെത്തി കൈപിടിച്ച് ആനയിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേരി ആലപ്പാട്ട് SH അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാൻജോ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിനോജ് ജോസ് CMI, ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ ജോളി ജോസഫിനെ പൊന്നാട അണിയിക്കുകയും മറ്റ് ഡോക്ടേഴ്സിന് സ്നേഹാദരം കൈമാറുകയും ചെയ്തു. തുടർന്ന് കുട്ടികൾ പൂച്ചെണ്ടും സ്നേഹോപഹാരവും ഡോക്ടർമാർക്ക് കൈമാറി.
KG ഇൻചാർജ് റാണി തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡോക്ടർ ജോളി ജോസഫ് ഡോക്ടേഴ്സ് ദിന സന്ദേശം നൽകി സംസാരിച്ചു. ഈ വന്നിരിക്കുന്ന കുട്ടികളുടെ ചുഴിയൊഴുക്കും അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവരും ഈ ഡോക്ടർ പ്രൊഫഷൻ വളരെ നല്ലതായിട്ട് എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞങ്ങള് വളരെ സന്തോഷത്തോടും വളരെ താല്പര്യത്തോടും സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടർ പ്രൊഫഷൻ. തീർച്ചയായിട്ടും ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷനാണ് ഡോക്ടേഴ്സ്. തീർച്ചയായിട്ടും ഈ നിമിഷത്തില് നമ്മുടെ ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ഡോക്ടർമാരുടെ മേഖലയിലേക്ക് കടന്നു വരണം എന്നുള്ള ഒരേ ഒരു മോട്ടിവേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതേ ആശുപത്രിയിൽ ജനിച്ച സാന്റോ സ്കൂളിലെ 19 വിദ്യാർത്ഥികൾ തങ്ങളെ ഈ മനോഹര ലോകത്തിലേക്ക് സ്വാഗതം ചെയ്ത ഡോക്ടർ ടാജിയെയും സിസ്റ്റർ ഡോക്ടർ ജിബിയെയും സ്വന്തം ചിത്രങ്ങൾ പതിപ്പിച്ച പ്രത്യേക മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേരി ആലപ്പാട്ട് SH മുഖ്യ പ്രഭാഷണം നടത്തി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും അച്ചീവ്മെന്റ്സും എല്ലാം നിങ്ങൾ നിങ്ങളുടെ പേരൻസുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരൻസ് ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പേരൻസുമായിട്ട് ഷെയർ ചെയ്യാം. അവരുടെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ വിജയിക്കുക. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോമിത് ജോയ് CMI, ഡോക്ടർ ടാജിമോൾ ജോളി, ഡോക്ടർ സിസ്റ്റർ ജിബി മാത്യു എന്നിവർ ആശംസ നേർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിനോജ് ജോസ് CMI കൃതജ്ഞത രേഖപ്പെടുത്തി. ഈ ദിവസത്തിന്റെ വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കുട്ടികളിലെ ഒരു 19 കുട്ടികളുടെ പേരൻസ് സ്വപ്നം കണ്ട അവരുടെ സ്വപ്ന സാക്ഷാത്കാരം സാധിച്ച ഒരു സ്ഥാപനമാണ് ഈ ഫാമിലി. 19 കുഞ്ഞുങ്ങള് ആദ്യമായി കരഞ്ഞതും ആദ്യമായി ചിരിച്ചതും നമ്മുടെ ഈ കൊളി ഫാമിലിയാണ്. അവരുടെ ഫസ്റ്റ് കുടുംബം കൊളി ഫാമിലി തന്നെയാണ്. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുമക്കളിന് ആരെങ്കിലുമൊക്കെ ഭാവിയിൽ ഒരു ഡോക്ടറായി ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ കടന്നു വന്ന് ഒരുപക്ഷെ ഈ ഹോസ്പിറ്റലിൽ തന്നെ സേവനം ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാം നന്ദിയും. തുടർന്ന് ഒപ്റ്റാൽമോളജിസ്റ്റ് ഡോക്ടർ മരിയ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ കലാപരിപാടികളും ചടങ്ങിന് നിറപ്പകിട്ടേകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറം ജോർജിയൻ മെഡിക്കൽ സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ഡിനി ജിജിന് ആദരവ് നൽകി. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ടോജോ തോപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജോർജിയൻ മെഡിക്കൽ സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ഡിനി ജിജിന് സ്നേഹാദരവ് നൽകി. ആതുര സേവന രംഗത്ത് വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡോക്ടർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനകീയ ഡോക്ടറായി മാറുകയായിരുന്നു. ചടങ്ങിൽ വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ടോജോ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഷിൻ സെബാസ്റ്റ്യൻ, ഡിസ്ട്രിക്ട് റീജിയണൽ സെക്രട്ടറി അബു എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് റീജിയണൽ സെക്രട്ടറി സജി പോൾ, വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് സെക്രട്ടറി റാണ ജിമി എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് നൽകിയ ആദരവിന് ഡോക്ടർ ഡിനി ജിജി നന്ദി രേഖപ്പെടുത്തി. ഈ ഒരു അവസരത്തിൽ നമ്മളെ ആദരിക്കാനായിട്ട്, അതായത് ഡോക്ടേഴ്സിനെ ആദരിക്കാനായിട്ടും ഡോക്ടേഴ്സിന്റെ എഫേർട്ടുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ആശംസകളെല്ലാം അർപ്പിച്ച ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനും വളരെയധികം നന്ദി. ഇപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡോക്ടേഴ്സ് ഡേ ആകുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ദിവസവും നമ്മുടെ സ്വന്തം ഡോക്ടർ ബേബിനെ ഞങ്ങൾ ഓർക്കാറുണ്ട്. ഇന്നത്തെ ദിവസം വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന് ഞങ്ങൾ സ്മരിക്കുകയാണ്. കാരണം സാറായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ്. സാർ അത്രയും സ്നേഹവും കടപ്പാടും കമ്മിറ്റ്മെൻറ്റും എല്ലാം കൊണ്ട് ഇത്രയും വരെ എത്തിച്ചത് കൊണ്ടാണ് എനിക്കിന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിലും സാറിൻ്റെ സേവനത്തിൽ
പങ്കുചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ജനങ്ങൾ നൽകുന്ന സ്നേഹവും ആദരവും പരിഗണനയും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാറിന് ഞങ്ങൾ ആത്മശാന്തി നേരുന്നു. സാറിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയാം. അപ്പോൾ എന്നെ കൊണ്ട് നമ്മുടെ ടീമിനെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള എല്ലാ സേവനങ്ങളും നാട്ടുകാർക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അത് തുടരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് ആകുമ്പോൾ, പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആരോഗ്യരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ജോർജിയൻ മെഡിക്കൽ സെന്റർ ആതുര സേവന രംഗത്ത് വണ്ണപ്പുറത്തിന് വിലമതിക്കാനാവാത്ത ഒരു സ്ഥാപനമാണെന്ന് ക്ലബ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. തുടർന്ന് ചടങ്ങിൽ വെച്ച് മധുര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരള ലേബർ മൂവ്മെന്റ് കോതമംഗലം രൂപത റിസോഴ്സ് ടീം ക്യാമ്പ് സംഘടിപ്പിച്ചു. പാസ്റ്റർ സെന്ററായ നെസ്റ്റിൽ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ഫാദർ കുര്യാക്കോസ് കൊടക്കലിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രൂപത ഡയറക്ടർ ഫാദർ ജീവൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സംസാരിച്ചു. കോതമംഗലം രൂപതയിലെ അസംഘടിത തൊഴിലാളികളെ ഒന്നിപ്പിക്കുവാനും രൂപതയിലെ എല്ലാ ഇടവകകളിലും കൂടുതൽ തീഷ്ണതയും ഊർജ്ജസ്വലതയുമുള്ള വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന വിവിധ തൊഴിലാളി ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാൻ പ്രേരിപ്പിക്കുന്നതിനും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് പരസ്പരം അറിയാനും കൂട്ടായ്മയിൽ വളരാനും ലേബർ മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത മനോഭാവത്തോടെ ഇടവകയിൽ പ്രാവർത്തികമാക്കുവാനും ലേബർ മൂവ്മെന്റ് നേതാക്കൾ തമ്മിലുള്ള ആത്മബന്ധം വളർത്താനും ഉതകുന്ന തരത്തിലുള്ള ഒരു റിസോഴ്സ് ടീമിനെ സജ്ജമാക്കാൻ വേണ്ടിയാണ് റിസോഴ്സ് ടീം ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാസ്റ്റർ സെന്ററായ നെസ്റ്റിൽ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ കുര്യാക്കോസ് കൊടകലിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അറിയുവാനും ഐക്യപ്പെടുവാനും വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ റിസോഴ്സ് പേഴ്സൺസ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഒത്തിരി ജോലിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ട്. എങ്കിലും പലരിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്ത് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയിച്ചു കൊടുക്കുവാൻ, അങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ സഭയുടെയും നമ്മുടെയൊക്കെ ത്രിതല പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ലഭ്യമാകാവുന്ന അനവധി ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി അറിവുള്ളവരായിരിക്കും. ജനങ്ങൾക്കെല്ലാം അറിവില്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ഈ ക്ഷേമ പെൻഷനുകളും മറ്റു പല കാര്യങ്ങളും എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുവാൻ, അറിയിക്കുവാൻ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതൊരു അപ്പസ്തോലിക് വർക്കാണ്. ഇതിന് പ്രതിഫലമൊന്നുമില്ല. രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ രൂപത ഡയറക്ടർ ഫാദർ ജീവൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. രൂപത ആനിമേറ്റർ സിസ്റ്റർ സൂസി മരിയ FCC, വനിതാ ഫോറം രൂപത പ്രസിഡന്റ് ലിറ്റി റോണി, പാലിയേറ്റീവ് രൂപത കോർഡിനേറ്റർ ആന്റണി പുല്ലൻ എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ, കരിമണ്ണൂർ റീജിയനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് രൂപത റിസോഴ്സ് ടീമായി പരിശീലനം നൽകിയത്. മുൻ സംസ്ഥാന പ്രസിഡന്റും വരാപ്പുഴ രൂപത അംഗവുമായ ബാബു തണ്ണിക്കോട്ട്, നിർമ്മല കോളേജ് പ്രൊഫസർ അമൽ ഞാറക്കാട്ട് എന്നിവർ റിസോഴ്സ് ടീമിന് പരിശീലനം നൽകി. രൂപത ഭാരവാഹികളായ സിബി മാത്യു, ബെറ്റി കോരച്ചൻ, അജി ജിജോ, ജയൻ റാത്തപ്പള്ളിൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും പ്രതിജ്ഞയും ക്ലാസും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ സുബേർ അധ്യക്ഷത വഹിച്ചു. കാളിയർ സബ് ഇൻസ്പെക്ടർ ബിജു വർഗീസ് ക്ലാസ് നയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും പ്രതിജ്ഞയും ക്ലാസും നടത്തി. പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങളും SPC കുട്ടികളും മാതാപിതാക്കളും ഹരിതകർമ്മസേന അംഗങ്ങളും പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ ലഹരി മരുന്നുകളുടെ പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഞ്ചാവ്, അതല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്നവരാണ്, ബ്രൗൺ ഷുഗർ, അങ്ങനെയുള്ള പല വസ്തുക്കളെ പറ്റി നാം കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇക്കാലഘട്ടത്തിൽ MDMA പോലെയുള്ള അത്യാധുനിക കെമിക്കൽ ആയിട്ടുള്ള മയക്കുമരുന്നുകൾ എത്തിക്കഴിഞ്ഞു. അത് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുതാര്യമായിട്ട് വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വർഷത്തിലോ മാസത്തിലോ ഉണ്ടാകുന്ന ഈ ഡോപ്പമൈൻ ഉൽപാദനം ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉണ്ടാകും.
അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാരണമില്ലാതെ തന്നെ മാനസികമായിട്ടൊരു വിഭ്രാന്തിയുടെ ഒരു സന്തോഷം വരും. ആ സന്തോഷം മാത്രമല്ല അതിന്റെ മറ്റൊരു കാര്യം, മറ്റു പാർട്ടികളിൽ കൂടുമ്പോൾ നൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പാർട്ടികളുണ്ട്, വലിയ വ്യക്തികൾ നടത്തുന്നത്. അങ്ങനെയുള്ള വലിയ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സമൂഹത്തിലെ സിനിമയിലെ സ്റ്റാറുകളും അതുപോലെ തന്നെ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേദ സുബേർ അധ്യക്ഷത വഹിച്ചു. കാളിയാർ സബ് ഇൻസ്പെക്ടർ ബിജു വർഗീസ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ കുട്ടികൾ ഒരുപാടൊന്നും തൂഫാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന കുട്ടികളെക്കാളും കൂടുതൽ അറിവില്ലാത്ത കുട്ടികളായിരിക്കും ഇത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് എനിക്ക് കൂടുതൽ പറയാനുള്ളത്, നമ്മള് ക്ലാസ്സുകൾ കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അധികം മടിയുള്ള കാര്യമാണ്. പക്ഷെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം നമ്മൾക്ക് മാത്രമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് അത് വരാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആശംസ അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീഷ് കിഴക്കേൽ, ബീന സിദ്ധാർത്ഥൻ, ഷൈനി സന്തോഷ്, മിനി പ്രിൻസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ രേഷ്മ സൂസറ്റ് ജോൺ എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന് പഞ്ചായത്ത് ക്ലർക്ക് മഹേഷ് ടി യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി സംസാരിക്കും. ഞാൻ ഇന്ന് ഈ സദസ്സിൽ മനസാക്ഷിയെ സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായും വിട്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, വണ്ടപ്പുറം. സംസ്ഥാന പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന ധർണ KSPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSPS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് B സരളാദേവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണയും നടത്തി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KSPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരള ഭരിക്കുന്ന പിണറായി നേതൃത്വത്തിലുള്ള LDF സർക്കാർ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലും നമ്മുടെ സർക്കാർ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഒരു ആനുകൂല്യം നൽകില്ലെന്ന് മാത്രമല്ല, ഉള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള നിലപാടുകൾ അവർ സ്വീകരിച്ചു. ഈ കഴിഞ്ഞ കോവിഡ് കാലത്തേനെ സാലറി ചാർജിന്റെ പേരിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുത്തു. അതുപോലെ പെൻഷൻകാരുടെ പെൻഷനിൽ നിന്നും ഒരു വിഹിതം പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. പക്ഷേ അതെല്ലാം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശക്തമായ എതിർപ്പെടുത്തുന്ന അത് ഒഴിവായി. കേരളത്തിലെ ഏറ്റവും പാർട്ടി എന്നൊക്കെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് പെൻഷൻ സംഘടന. KSPS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് B സരളാദേവി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് പ്രേം കിഷോർ, VK ബിജു എന്നിവർ സംസാരിച്ചു. KSPS സംസ്ഥാന കമ്മിറ്റി അംഗം K ജയശ്രീ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടേഴ്സ് ഡേയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസും. ഇഗ്നൈറ്റ് തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി MLA റോയി K പൗലോസിന് സ്വീകരണം നൽകി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം മുടക്കം കൂടാതെ നൽകുമെന്നും മെഡിസെപ് അപാകതകൾ പരിഹരിക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമാണെന്ന് KSSPA സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം. ഡോക്ടേഴ്സ് ദിനം അവിസ്മരണീയമാക്കി കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിലെ KG വിഭാഗം വിദ്യാർത്ഥികൾ. ഡോക്ടേഴ്സ് ദിനത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർക്ക് ആദരവൊരുക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.